ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ നമ്മൾ ലാസ്റ്റ് കണ്ട സാറ്റർഡേ സൺഡേ എപ്പിസോഡിൻ്റെ ഒരുമിച്ചുള്ള ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ. വീക്കെൻഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നുള്ളത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കണ്ടത് സാറ്റർഡേ എപ്പിസോഡിൽ മെയിനായിട്ട് നമ്മൾ കണ്ടത് ലാലേട്ടൻ ഇത്തവണ എനിക്ക് തോന്നുന്നു എല്ലാവരെയും ലാലേട്ടൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതും അതേപോലെ മോശം പ്രവൃത്തിക്ക് അതിൻ്റേതായിട്ടുള്ളതും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോസ്റ്റായിട്ട് സാറ്റർഡേ എപ്പിസോഡിൽ കണ്ടത് അനുമോള് നന്നായിട്ട് ഇത് ചെയ്യുന്നതാണ്. അനുമോള് ചെയ്ത ആ ഒരു ആക്ടിനെ കുറിച്ചിട്ട് ലാലേട്ടൻ നന്നായിട്ട് റേസ് ആവുന്നതാണ് നമ്മൾ കണ്ടത്. ആദരം നൂറയും അവരോടും പറഞ്ഞിരുന്നു, കാരണം ആ ആക്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തു കൊടുത്തതിനും കുറിച്ചിട്ടും അങ്ങനെ വേറെ ആരും കണ്ടില്ലല്ലോ, നിങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് കണ്ടത്, എന്തിനാണ് ഇങ്ങനെ ഇത്രയും പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയും പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇവരോട്. അപ്പോൾ അനുമോൾ അപ്പോഴും ആ ഒരു കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിലോട്ട് തന്നെ സ്റ്റിക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അത് ഇനി ഇതേ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ലാലേട്ടന് കുറച്ച് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ എന്നാൽ പോലും അത് ആ ഒരു ഇതിലങ്ങ് എന്താ പറയുക, ഇനി ഈ ഒരു ടോപ്പിക് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഇനി എങ്ങും എത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ, കാരണം അനുമോളിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മാറുന്നേയില്ല. അവസാനം എന്താണെങ്കിലും ആ ടോപ്പിക്ക് അവിടെ നിന്ന് വിട്ടിട്ട് പിന്നെ ലാലേട്ടൻ വേറെ ടോപ്പിക്കിലോട്ടൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും എല്ലാവരെയും മുമ്പിൽ എന്താ പറയുക, ആരും കണ്ടിട്ടില്ല, അങ്ങനെ ആ ഒരു ഇഷ്യൂ അവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പറഞ്ഞിരുന്നത് ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അത് ഇന്നലത്തെ സൺഡേ എപ്പിസോഡിലാണ് പറഞ്ഞിരുന്നത്. നവീൻ ആദ്യമൊക്കെ നന്നായിരുന്നു, പിന്നെ വൈൽഡ് കാർഡ് എൻട്രീസിനെ കുറച്ചും കൂടെ ഫേവർ ചെയ്ത പോലെ നിന്നു എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. കാരണം പണിപ്പുര ടാസ്കിലാണെങ്കിലും എല്ലാം. അപ്പം നവീനെ എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ ഈ പാത്രം കഴുകുന്ന ആ ഒരു ഇത് വരുമ്പോഴും നവീൻ അവരെ കൊണ്ട് വെസൽ ടീമുകാരെ കൊണ്ട് പാത്രം കഴുകിപ്പിച്ചില്ല. പിന്നെ ഇതേപോലെ എല്ലാത്തിലും വൈൽഡ് കാർഡ് എൻട്രീസിനെ ക്യാപ്റ്റൻ ഇട്ടിപ്പോൾ എന്താ കിച്ചൺ ടീമിലാണെങ്കിലും വെസൽ ടീമിലാണെങ്കിലും ക്ലീനിങ് ടീമിലാണെങ്കിലും എല്ലാത്തിലും ഉള്ള ഓൾറെഡി വീട്ടിനകത്തുള്ള ആൾക്കാരെ അല്ലാണ്ട് വൈൽഡ് കാർഡ് എൻട്രീസിലുള്ള ആൾക്കാരെ ക്യാപ്റ്റൻ ആക്കി ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു. കാരണം അവർ ഓൾറെഡി അവർക്കൊന്നും അറിയില്ല, പുതിയതായി വന്നവരാണ്, ഒന്ന് കണ്ടു പഠിക്കണതിന് മുമ്പേ തന്നെ അവർക്ക് ഇത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂ നവീനെ കുറിച്ച് പറഞ്ഞിരുന്നു. നവീൻ ഭയങ്കര ഫേവറിസം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ നല്ലൊരു ക്യാപ്റ്റൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നവീൻ്റെ ആ വീട്ടിനകത്ത് മറ്റുള്ള ക്യാപ്റ്റൻ ആവാത്ത സമയത്തുള്ള ആ ഒരു പെർഫോമൻസിൻ്റെയും ആ ഒരു റെസ്പോൺസിബിലിറ്റിയുടെയും പകുതി പോലും ഇതിലെടുത്തിട്ടില്ല എന്നാണ് ബാക്കി എല്ലാവരും ആ വീട്ടിനകത്ത് പറഞ്ഞത്. അപ്പോൾ എനിക്കും ചില സമയത്ത് തോന്നിയിട്ടുണ്ട്, കാരണം കുറച്ചൊന്ന് ഒതുങ്ങിയ പോലെ നവീൻ തോന്നി. അതേപോലെ കുറേ തവണ കടന്ന് ഉറങ്ങുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നവീനാകുമ്പോൾ ഒരു ക്യാപ്റ്റൻ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കുറച്ചും കൂടെ കെയറിങ്ങും ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഒരു ആലസ്യമായിട്ട് ആ ഒരു ക്യാപ്റ്റൻസീനെ കണ്ടതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ വേറൊന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ എന്താ ലക്ഷ്മിയുടെ ഡ്രസ്സ് ആര്യൻ എടുത്തിട്ട ആ ഒരു വിഷയമാണ്. അത് എനിക്ക് തോന്നുന്നു ലക്ഷ്മി ജിഷിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ലക്ഷ്മി പറയുന്നത്, ആ ഡ്രസ്സ് മാറ്റണം എന്നൊക്കെ. പക്ഷേ ജിഷിൻ വീട്ടിലാൾക്കാരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നത്. അതാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇഷ്യൂ. പിന്നെ അത് എന്താ പറയുക, ആര്യൻ കുറച്ചും കൂടെ പ്രൊവോക്കായി കുറച്ചും കൂടെ ഇതായിട്ട് അങ്ങ് പെട്ടെന്ന് ആ ഒരു ദേഷ്യത്തിൽ അങ്ങ് ലക്ഷ്മിയുടെ ഡ്രസ്സ് അതിൻ്റെ മുകളിൽ വലിച്ചു വാരിയിട്ടു. അപ്പോൾ രണ്ട് ഭാഗത്ത് ആരുടെയും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലക്ഷ്മി എന്താ പറയുക ജിഷിനോട് പറഞ്ഞു, ജിഷിൻ ഹൗസ് മേറ്റ്സ് എല്ലാവരോടും വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം കൊടുക്കുക, അങ്ങനെയാണെങ്കിൽ ആ ഇഷ്യൂ ഉണ്ടാവുകയില്ല. പക്ഷേ ഇവരും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല ഹൗസ് മേറ്റ്സിൻ്റെ അടുത്ത്. ഹൗസ് മേറ്റ്സ് ആണെങ്കിലും അവരും എന്താ പറയുക വൈൽഡ് കാർഡ്സ് അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക കുറച്ച് ടൈം അവർ നോക്കിയില്ല, അവരുടെ കാര്യത്തിൽ നിന്നു. എന്താണെങ്കിലും രണ്ട് ആൾക്കാരുടെ ഭാഗത്തും അത് പ്രോപ്പർ മിസ്റ്റേക്ക് തന്നെയാണ്. പിന്നെ അതായിരുന്നു മെയിനായിട്ട് ഒരു ടോപ്പിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വേറെ കണ്ടത് മറ്റുള്ള ഓണം സെലിബ്രേഷൻ ലാലേട്ടൻ ഹൗസിനകത്ത് വന്നിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ ഓണം എന്താ പറയുക തിരുവാതിര കളി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു. എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഞാൻ വിചാരിച്ചു ഓണായത് കാരണം മേ ബി ലാലേട്ടൻ വരുന്നതുകൊണ്ടില്ല, കാരണം കുറേ അതിനകത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും അതിനകത്ത് വന്നിട്ട് എല്ലാ ഹൗസ് മേറ്റ്സിനെല്ലാം കണ്ട് അങ്ങനെ നല്ലൊരു ഇതായിരുന്നു സാറ്റർഡേ എപ്പിസോഡ്. പിന്നെ നമ്മൾ കണ്ടത് മെയിനായിട്ട് രേണു സുധിയുടെ വാക്കൗട്ടാണ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അവരുടെ അടുത്ത് വളരെ നല്ല തീരുമാനമാണ്. കാരണം മൺഡേ ടു ഫ്രൈഡേ അവരെ നമുക്ക് കാണുന്നില്ല. കാരണം ചില സ്ഥലങ്ങളിൽ മാത്രം അവരുണ്ടാവുള്ളൂ, പിന്നെ അവരുണ്ടാവില്ല. അവരധികം വീട്ടിലേക്ക് പോകണം, അങ്ങനെ വീട്ടിലുള്ള അവരുടെ കുട്ടികളെ കുറിച്ചിട്ട് ആലോചിക്കുക, അങ്ങനെ ആയിട്ടാണ് അവരെ നമുക്ക് അധികം ക്യാമറയത്ത് കാണുന്നത്. അല്ലാണ്ട് അവരുടെ പേഴ്സണൽ ഒപ്പീനിയനോ
ഒന്നും നമ്മൾ എവിടെയും കാണുന്നില്ല. ചെറിയ ചെറിയ ഇഷ്യൂവിൽ അവരുടെ പേരിൽ വരുന്ന വലിയ ഇഷ്യൂ അവർ റിയാക്ട് ചെയ്യുക, അല്ലാണ്ട് അവരെ പേഴ്സണലി ഈ പറഞ്ഞ പോലെ ഒന്നിലും കയറി ഇടപെടുന്നില്ല. പിന്നെ ഗെയിംസിലാണെങ്കിലും പ്രോപ്പറായിട്ടൊരു ഇൻവോൾവ്മെൻറ്റില്ല, ഒന്നുമില്ല. അപ്പോൾ അവർ വീട്ടിനകത്ത് നിൽക്കുന്ന ഈ വോട്ടിൻ്റെ ബലത്തിൽ മാത്രമാണ് അവർ ആ വീട്ടിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിലും നല്ലത് അവർ പുറത്ത് പോവുകയാണെങ്കിൽ അവർക്ക് പേഴ്സണലി അവരുടെ മൈൻഡ് കുറച്ചും കൂടെ റിലാക്സ് ആവും. ഈ എന്താ പറയുക, അവർക്ക് അവരുടേതായിട്ടുള്ളതിലോട്ട് നിൽക്കാം. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു അവർക്ക് മേ ബി ചിലപ്പോൾ അവർ വീട്ടിനകത്ത് കുറേ നെഗറ്റീവും കൊണ്ടായിട്ടാണ് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഒരു മോർ ദാൻ 50% ആൾക്കാരുടെ ഇപ്പോൾ അവർ പോസിറ്റീവായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. കാരണം ആ നെഗറ്റീവ് വിചാരിച്ച ആൾക്കാർ, പല ആൾക്കാരും അവരുടെ ഒരു പോസിറ്റിവിറ്റി മേ ബി കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അത് തന്നെ അവരെ അല്ലെങ്കിൽ അവർ ഇത്രയും വോട്ട് 3 ആഴ്ചയിൽ അവർക്ക് ഇപ്പോഴും അവർക്ക് നല്ല വോട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാണ്ട് ആൾക്കാർ അവർക്ക് വോട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റാണ് രേണുസുധിനെ കുറിച്ചിട്ട്. കാരണം അവർ പോയത് അവരുടെ ഭാഗത്തു നിന്ന് നന്നായി. കാരണം അവർ വീട്ടിനകത്ത് നിന്നാലും വോട്ടിൻ്റെ ബലത്തിൽ നിൽക്കും. പിന്നെ അവരുടെ മൈൻഡ് ശരിയാവില്ല. അവർ ഇപ്പോഴുള്ള ആ ഒരു ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഇതിലോട്ട് പോകും, ട്രോമയിലോട്ട് പോകും. അപ്പോൾ അതിൽ നല്ലത് അവർ വാക്കൗട്ടായി പോകുന്നത് നല്ലതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ കണ്ടത് 2 എഫിക്ഷനാണ്. ഒന്ന് ശൈത്യയുടെയും പിന്നൊന്ന് അപ്പാനി ശരത്തിൻ്റെയും. ശൈത്യയുടെ പേഴ്സണലി ഞാൻ എക്സെപ്റ്റ് ചെയ്തിരുന്നു. എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശൈത്യ അത്ര നല്ല ഒരു ഗെയിമർ, എനിക്ക് തോന്നുന്നു അനുമോളിൻ്റെ ടീമിൽ നിന്ന് മാറിയപ്പോഴാണ് ശൈത്യമായിട്ട് നിന്നത്. അല്ലെങ്കിൽ അനുമോളിൻ്റെ ഒരു എന്താ പറയുക, ഒരു നിഴൽ അല്ലെങ്കിൽ ഒരു ഷാഡോ ആയിട്ട് പോലെയാണ് എനിക്ക് തോന്നിയുള്ളത്. കാരണം പല സ്ഥലത്തുനിന്നും അങ്ങനെ ഒപ്പീനിയൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ശൈത്യയ്ക്ക് നന്നായി ഗെയിം കളിക്കാനുള്ള ഒരു ചാൻസ് ആ ഒരു ടൈമോ കിട്ടിയില്ല എന്നുള്ളതാണ്. പിന്നെ അപ്പാനി ശരത്താണെങ്കിലും നല്ലൊരു ഗെയിമറാണ്. പക്ഷേ ആളുടെ ലാംഗ്വേജ് കാരണമാണ് അയാൾ പെട്ടെന്ന് പോയതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ആൾ യൂസ് ചെയ്യുന്നത് ഡേ 1 മുതൽ അത്രയും ഇതായിട്ടുള്ള ലാംഗ്വേജാണ്. പല ആൾക്കാരുടെ ഇപ്പോൾ അനീഷിനോടൊക്കെ ഓരോ സമയത്ത് അനീഷായത് കാരണമായിരിക്കും മേ ബി പലതും എന്താ പറയുക, കുറച്ചൊന്ന് ഒതുങ്ങി ഉണ്ടാവുക, അത്ര വലിയ ഫൈറ്റിലോട്ട് പോവാത്തത്. വേറെ വല്ല ആൾക്കാരോടാണ് ഇത്രയും ഇങ്ങനെയുള്ളൊരു മോശം ലാംഗ്വേജ് ആണെങ്കിൽ അതിങ്ങനെ ആവില്ല, അത് വേറൊരു രീതിയിലോട്ട് പോയേനെ, വലിയ ഫൈറ്റും ഇഷ്യൂസൊക്കെ വന്നേനെ. അപ്പോൾ അപ്പാനി ശരത്തിൻ്റെ മോസ്റ്റ്ലി ലാംഗ്വേജാണ് മെയിൻ ഒരു ഇത്. അത് ലാലേട്ടൻ പറയുകയും ചെയ്തു, നമ്മുടെ യൂസ് ചെയ്യുന്ന ഭാഷ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുന്നു. അത് വളരെ ശരിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പാനെ പോയത് ഈ ഒരു റീസണാണ് മേ ബി വീട്ടിനകത്ത് പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് അത് മനസ്സിലിരുത്തിയിട്ട് അവരിനി ഗെയിം കളിക്കുകയാണെങ്കിൽ അത് അവർക്ക് തന്നെ നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിനകത്തുനിന്ന് പുറത്തു പോകും. അതായിരിക്കും അതിനുള്ളൊരു റിസൾട്ട്. പിന്നെ മസ്താനിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യണ്ടായിരുന്നു ലാലേട്ടൻ. ശരിയാണ്, മസ്താനി വൈൽഡ് കാർഡ് എൻട്രായിട്ട് വന്ന ഡേ 1 മുതൽ തന്നെ മസ്താനിയുടെ ഗെയിം പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ഗെയിം രീതി എന്ന് വെച്ചാൽ അത്രയും ചീപ്പാണ്. കാരണം പല ആൾക്കാരുടെയും ആദ്യം രേണുസുധിയുടെ പിന്നാലെ പോയി, പിന്നെ റന ഫാത്തിമ, അങ്ങനെ പല ആൾക്കാരുടെയും, പിന്നെ അനീഷിൻ്റെ പിന്നാലെ പോയി. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നിലവാരമില്ലാത്ത വീട്ടിനകത്തിരിക്കുന്ന ആൾക്കാരെയും പുറത്തുനിന്നുള്ള കാര്യങ്ങളും എല്ലാം ഗെയിമിലോട്ട് ഇടുകയാണ്. അല്ലാണ്ട് അവരുടേതായിട്ടുള്ളതൊന്നും ഇടുന്നില്ല. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ സ്പേസ് കിട്ടും, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഫൈറ്റ് ഉണ്ടാക്കാം എന്നൊക്കെ എന്തൊക്കെയോ ഉദ്ദേശത്തിലാണ് തോന്നുന്നു അവർ ആ വീട്ടിനകത്ത് ഈ ഒരാഴ്ച കാട്ടിക്കൂട്ടിയത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും ലാലേട്ടൻ നന്നായി പറഞ്ഞിട്ട് എന്തായാലും അവർ അടുത്ത 2 ആഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അത് വളരെ നന്നായി. കാരണം അത് കാരണം അവർ കുറച്ച് ഒതുങ്ങി. അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നമുക്ക് ഒതുങ്ങിയെന്ന് ഇപ്പം നമുക്ക് തോന്നാം. പക്ഷേ മേ ബി ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്തായിരിക്കും അവരുടെ ആ ഒരു ഇത് അറിയില്ല. എന്താണെങ്കിലും അവർക്ക് കിട്ടാനുള്ള സാധനങ്ങളും തിരിച്ചു കൊണ്ടുപോയി എന്നൊക്കെ ലാലേട്ടൻ പറയുന്നത്. ഇപ്പം ഇങ്ങനെയൊക്കെ നടന്നത് കാരണം അവർ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ടാവാം. എന്താണെങ്കിലും നമുക്ക് നെക്സ്റ്റ് വീക്ക് നമുക്കറിയാൻ പറ്റും എന്തായിരിക്കും അതിൻ്റെ ഒക്കെ ഇതെന്ന്. പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് കണ്ടത്. ഈ പറഞ്ഞ പോലെ നോമിനേഷൻ, കുറേ ഡ്രാമാസ്. എനിക്ക് തോന്നുന്നു രണ ഫാത്തിമയും ഷാനവാസും സെപ്പറേറ്റ് ഒരു റൂമിലിരിക്കുന്നത് കാരണം അവർക്ക് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് അത്ര വലിയൊരു ചീത്തയോ അങ്ങനെയൊന്നും കിട്ടിയില്ല. അവരൊന്ന് ഒതുങ്ങി എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ അവരും കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അത് ഷാനവാസ് എനിക്ക് തോന്നുന്നു ലൈവിൽ പറയുന്നൊരിത് ഞാൻ കണ്ടു. അതൊരു പ്രത്യേക ഒരു അനുഗ്രഹമായിപ്പോയി എന്തായാലും അവിടെ കിട്ടിയത്. അല്ലെങ്കിൽ ഈ മറ്റുള്ള എല്ലാ ഹൗസ് മേറ്റ്സിനും റോസ്റ്റ് ചെയ്യലും അവരുടെ ചെയ്തതിനെ കുറിച്ചിട്ട് പറയുന്ന പോലെ മേ ബി ചിലപ്പോൾ ഇവരെ കുറിച്ചിട്ടും പറയാം. അപ്പോൾ അത് കാരണം റന ഫാത്തിമയും മസ്താനിയും തമ്മിൽ നല്ലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിൽ ആദ്യം അക്ബറും ഷാനവാസും തമ്മിൽ കഴിഞ്ഞ ആഴ്ച കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ അവരത്
അത് എന്നിട്ട് പറഞ്ഞത് തീർത്തു. അക്ബറും ഷാനവാസും അത് ലാലേട്ടൻ പറയുന്നുണ്ട്. പറഞ്ഞ് തീർത്താൽ സോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ വീണ്ടും 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 വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല, അത് അവിടെ തീർന്നു. അപ്പോൾ അതുപോലെ ചെറിയ ഇഷ്യൂസിനെ പറഞ്ഞ് തീർക്കുക, അതിനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കുക എന്ന് ലാലേട്ടനും പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക എൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡായിട്ട് റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.